ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈ എക്സ്പീരിയൻസ് ഓൺ പബ്ലിക് എക്സാമിനേഷൻ പ്രാക്ടിക്കൽ. ഓക്കെ, മാത്സ് ആയിരുന്നു ഇന്നത്തെ എക്സാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ റിവ്യൂ ആണ് പറയാനുള്ളത്. ആസ് യൂഷ്വൽ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എക്സാം വരുമ്പോൾ മാത്സ് എക്സാം സിമ്പിളാണ്. അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ ലാബിനും ഉണ്ടായിരുന്നത്. നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻസ് വന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്, വാല്യൂ ഓഫ് ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ലിമിറ്റ്സ് ആണ്. പിന്നെ മാക്സിമം ആൻഡ് മിനിമം ഫംഗ്ഷൻസും. അപ്പോൾ അതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഞാൻ എടുത്ത ആദ്യത്തെ 4 തന്നെയായിരുന്നു. അത് സിമ്പിളായിരുന്നു. ആൻസേഴ്സൊക്കെ കിട്ടി. പിന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തെറ്റുകളൊക്കെ തന്നെയും തിരുത്താൻ പറ്റി. പിന്നെ വൈവ ചോദിച്ചതാണെങ്കിലും അത്യാവശ്യം സിമ്പിൾ തന്നെയാണ് ചോദിച്ചത്. ലിമിറ്റ് എന്താണ്, ലിമിറ്റ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് സെൻറ്റൻസ് ആക്കി പറയാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ 3⁻².1, അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സ് അതെങ്ങനെയാണ് വാല്യൂ കാണുക, അങ്ങനെയൊക്കെ ചോദിച്ചുള്ളൂ. അപ്പോൾ വൈവയെ ഓർത്തൊന്നും ഒരിക്കലും അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുറേ ഇങ്ങനെ വൈവ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയിട്ട് നേരം നമ്മൾ എന്താണ് ചെയ്തത് അത് എക്സാമിനറോട് പറയുക. അപ്പോൾ അവർ അതിനനുസരിച്ച് ആ 4 നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. സിമ്പിൾ തന്നെയാണ് ചോദിക്കൽ, ടഫാക്കിയൊന്നും അവർ ചോദിക്കത്തില്ല. കുട്ടികളെ മാക്സിമം ടെൻഷൻ കുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കൽ. പിന്നെ എൻ്റെ തൊട്ടടുത്ത് വരുന്നവരോട് ചോദിച്ചത് കേട്ടു. അപ്പോൾ ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്, അങ്ങനത്തെ ഐറ്റംസ്, അത് നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവുക, അത്രമേ വേണ്ടുള്ളൂ. പിന്നെ മെയിൻലി ടെൻഷൻ അടിക്കാതിരിക്കുക. കാര്യം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ലാബുകളാണെങ്കിൽ പോലും ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു 15 മിനിറ്റ് ഒന്ന് മര്യാദ പിടിച്ച് കുട്ടിക്ക് ചെയ്യാൻ മതി ഒരു ലാബിന്. പക്ഷെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അറിയാവുന്നതും പോലും തെറ്റിച്ച് വെക്കും. അപ്പോൾ പുതിയൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ പബ്ലിക് പ്രാക്ടിക്കലാണല്ലോ, ടെൻഷൻ ഉണ്ടാവും. എന്നാലും ടെൻഷൻ എല്ലാവരും മാറ്റി വയ്ക്കുക. കൂളായി തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം ടൈം ഉണ്ട്, 3 hour ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ചെയ്തു പോകുന്നത് അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾ സമയം എടുത്ത് ചെയ്യുക. മാർക്ക് നിങ്ങളുടെയാണ്, സമയവും നിങ്ങളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചെയ്ത ശേഷം ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക. ചെയ്തെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ റീചെക്ക് ചെയ്യുക, നോക്കി പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്കുകളാകും. വെപ്രാളപ്പെടേണ്ടതില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.